രാജ്യത്തെ പ്രതിപക്ഷ മുഖവും പ്രതിപക്ഷ ശബ്ദവും രാഹുൽ ഗാന്ധിയാണ് എന്നുള്ളത് ഇന്ന് ഈ നാട് തിരിച്ചറിയുന്നുണ്ട്. അത് വെറും പ്രതിപക്ഷമല്ല, പ്രയാസം അനുഭവിക്കുന്നവൻ്റെ, സാധാരണക്കാരൻ്റെ, വിദ്യാർത്ഥികളുടെ, യുവാക്കളുടെ, ചെറുപ്പക്കാരുടെ, കർഷകരുടെ എല്ലാവരുടെയും ശബ്ദമായിട്ട് രാഹുൽ ഗാന്ധി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിലുള്ള ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നടപടികൾക്കെതിരായിട്ടുള്ള പോരാട്ട മുഖം അദ്ദേഹം തുറന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത് ഞങ്ങൾക്ക് അഭിമാനം നൽകുന്ന ഒന്നാണ്. വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇന്ത്യയിലെ ജനങ്ങൾ കാണുന്നത്. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഈ നാളുകളൊക്കെ തന്നെ വളരെ വളരെ ഓർമ്മയിൽ എന്നും തങ്ങി നിൽക്കുന്ന കാര്യങ്ങളാണ്, വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യനെ സത്യത്തിൽ തെറ്റായി ചിത്രീകരിക്കുകയായിരുന്നു നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങൾ പലപ്പോഴുമായിട്ട്. BJPയുടെയും സംഘപരിവാറിൻ്റെയും ഒറ്റ ലക്ഷ്യം അദ്ദേഹത്തെ തകർക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ജനം ഇന്ന് തിരിച്ചറിയുന്നുണ്ട്, ഇന്ത്യ ആഗ്രഹിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി എന്നുള്ളത്. അത് തിരിച്ചറിയുന്നുണ്ട്. ഓരോ സർക്കാരിൻ്റെ തെറ്റുകൾക്കെതിരെയും ധൈര്യമായി വിരൽ ചൂണ്ടാൻ കഴിയുന്ന ഒരു നേതാവായിട്ട് രാഹുൽ ഗാന്ധി ഇന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ട് പൂർണ്ണമായിട്ടും. അപ്പോൾ അദ്ദേഹം മാറിയതല്ല, അദ്ദേഹം നേരത്തെ അങ്ങനെയായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് അദ്ദേഹത്തെ തെറ്റായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നവർക്ക് പോലും ഇപ്പോൾ അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹം ശരിയായ കോഴ്സിന് വേണ്ടി പോരാട്ടം നടത്തുന്നു എന്നുള്ളത്. പ്രതിപക്ഷമല്ല പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത്, ഈ രാജ്യമാണ് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകളെ അട്ടിമറിക്കാൻ കുതിരക്കച്ചവടം നടത്തുക, പണവും ഭരണവും അതിനുവേണ്ടി ഉപയോഗിക്കുക, ഏജൻസികളെ മുഴുവൻ ഉപയോഗിക്കുക. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, തൃണമൂൽ കോൺഗ്രസ്, ശിവസേന, SP കേൾക്കുന്നു, എല്ലാ പ്രാദേശിക പാർട്ടികളെയും ഭിന്നിപ്പിച്ച് അതിൽ നിന്നും ഒരു വലിയ വിഭാഗത്തെ അടർത്തിയെടുത്ത്, അവർക്ക് ജനപിന്തുണയുള്ളവരെയല്ല, MP മാരെ അടർത്തിയെടുത്ത് ജനാധിപത്യം കശാപ്പ് ചെയ്യാനുള്ള ശ്രമം നടത്തുകയാണ്. ഇതൊന്നും BJPയിലെ വിശ്വാസം കൊണ്ടുവരാനും പോകുന്നതല്ല. ഇന്നലെ വരെ BJPക്കെതിരെ ഏറ്റവും ശക്തമായി പോരാടിയവർ, ആ ഐഡിയോളജിക്കെതിരെ പോരാട്ടം നടത്തിയവർ ഒരു സുപ്രഭാതത്തിൽ എങ്ങനെയാണ് BJPക്ക് അവർക്ക് ഏറ്റവും കൊള്ളാവുന്ന പാർട്ടിയായി മാറുന്നത്? അപ്പോൾ പേടിപ്പിക്കുക, ഏജൻസികളെ ഉപയോഗിച്ച് പേടിപ്പിക്കുക, വിരട്ടുക, എന്നിട്ട് പാർട്ടികളെ ഛിന്ന ഭിന്നമാക്കി കളയുക, തുണ്ടം തുണ്ടമാക്കി. ഇന്ത്യൻ രാഷ്ട്രീയം ഇതുവരെ കണ്ടിട്ടില്ലാത്ത, സമാനതകളില്ലാത്ത ഒരു കാര്യമാണ് കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനവർ വലിയ വില കൊടുക്കേണ്ടി വരും. അവർ തൽക്കാലത്തേക്ക് ഇവരെ കുറച്ച് പാർട്ടികളെ ഭിന്നിപ്പിക്കാമെങ്കിലും ഇതിനവർ വലിയ വില കൊടുക്കേണ്ടി വരും. ഇന്ത്യയിലെ ജനങ്ങൾ ഒട്ടാകെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, കാര്യം സംശയം വേണ്ട. എല്ലായിടത്തും ഈ ശ്രമം നടത്തിക്കൊണ്ട്, ഇത് ഗോവയിൽ ആരംഭിച്ചതാണ് കോൺഗ്രസിനെതിരായിട്ട്. പുതിയ പരിപാടിയാണ്. ഒരു പാർട്ടിയിലെ MLA-മാരെയോ MP-മാരെയോ കൂടുതൽ പിടിച്ചിട്ട് 2/3 ഉണ്ടെന്ന് പറയുക, കൂറുമാറ്റ നിയമ നിരോധനം തന്നെ പ്രസക്തമാക്കാതിരിക്കുക, അത് പ്രഹസനമാക്കുക. ഇവിടെ ഇതൊക്കെ എന്ത് നടക്കുന്നു എന്നുള്ളത് ലോകവും കാണുന്നുണ്ട്, ഇന്ത്യയിലെ ജനങ്ങളും കാണുന്നുണ്ട്. അല്ല, ഞങ്ങൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ഇത്തരം പരിശ്രമങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടായിട്ട് തന്നെ പ്രതികരിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഇതൊരു വലിയ ഗെയിം പ്ലാനാണ് അവരുടെ. ഇന്ത്യയിലെ കോൺഗ്രസ് ഇതിനെതിരെ ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തി. ഞങ്ങളെ ഇതിനു മുമ്പ് ഞങ്ങളുടെ ഫണ്ട് മരവിപ്പിച്ചു, ഞങ്ങളുടെ നേതാക്കന്മാരെ മുഴുവൻ 5, 6, 8 ദിവസം വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അതിലൊന്നും ഞങ്ങൾ പേടിച്ചിട്ടില്ല, വരണ്ടിട്ടുമില്ല. ശക്തമായി പോരാടുക തന്നെ ചെയ്തു, ഇനിയും പോരാടും. ഞങ്ങൾ പ്രയാസം അനുഭവിക്കുന്ന, ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളോടൊപ്പം ഞങ്ങൾ നിൽക്കും. പ്രാദേശിക പാർട്ടികളെ ഇങ്ങനെ ഭിന്നമാക്കുന്ന ശ്രമിക്കുന്നതിനെതിരായിട്ട് ഞങ്ങൾ പോരാടും. കേരളത്തിൽ UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. ആ ബജറ്റിൽ ഡീറ്റെയിൽസ് ഞാൻ കാണാൻ വലിയ തിരക്കിനിടയിൽ. പക്ഷേ സാമാന്യം മനസ്സിലാക്കിയിടത്തോളം സാമാന്യം നല്ല ജനങ്ങളുടെ പ്രതീക്ഷകൾക്ക് ഉയരുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. UDFന്റെ വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റുന്നതിൻ്റെ ആദ്യ പടി ഈ ബഡ്ജറ്റിൽ കാണാൻ കഴിയുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശദാംശങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. എന്നിട്ട് അല്ല, അത് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ PM ശ്രീ പദ്ധതിയെക്കുറിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് നിലപാടുണ്ട്. ആ നിലപാട് എന്താണെന്നുള്ളത് വരും ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യും.
സംസ്ഥാന നിലപാട് സ്വാഗതാർഹമാണ്. അത് നിർബന്ധിതരായി എന്നാണ് പറയുന്നത്. അല്ല, അത് ഇപ്പം ഇടതുപക്ഷ ജനാധിപത്യത്തിൽ ഒപ്പിട്ടിട്ട് അവർ പൈസ വാങ്ങിയെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എനിക്കതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ 2-3 ദിവസം ഇവിടെ ഇല്ലായിരുന്നു. എന്തായാലും PM ശ്രീ പദ്ധതി എന്ന് പറയുന്ന വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കാനുള്ള ഏത് ശ്രമത്തെയും നമുക്ക് തോൽപ്പിച്ചേ പറ്റുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പാർട്ടിയിൽ മൊത്തത്തിൽ പൊതുവായിട്ടുള്ള ഒരു തീരുമാനമെടുക്കും ഗവൺമെൻറ്റും.